എഴുതി ഇവിടെ മുസ്ലിങ്ങളെ കേട്ടത്തിൽ. ശശികല ടീച്ചറിന്റെ പോസ്റ്റർ നിങ്ങൾ കണ്ടായിരുന്നോ? ആ സ്കൂൾ വിഷയത്തിന്റെ. ഈ ടീച്ചർ എൻ്റെ ആരുമല്ല. സ്കൂളിൽ മുസ്ലിം കുട്ടികളുടെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് അവിടെ നടന്ന എന്താകുമെന്ന് എനിക്ക് കൃത്യമായി അറിയാം. ജോലി പ്രതീക്ഷയിൽ നിൽക്കുന്ന താൽക്കാലിക അധ്യാപിക വളരെ നന്നായി മനസ്സിലാക്കാം, അവരുടെ വിഷമവും മനസ്സിലാക്കാം. പക്ഷെ ആ ജൂനിയർ ടീച്ചറുടെ തുറന്നു പറയാൻ കുറച്ചധികം കടന്നുപോയി എന്ന് പറയാതെ വയ്യ. ടീച്ചറുടെ മുൻകരുതലുകൾ വളരെ കേമമായി. കാരണം ടീച്ചർക്ക് അറിയാമായിരുന്നു എന്ത് വിഷയത്തിൽ കയറി പിടിച്ചാലാണ് പൊതുസമൂഹം തൻ്റെ കൂടെ ഉണ്ടാവും എന്നുള്ള രീതിയിൽ. എല്ലാവരും അറിഞ്ഞാണല്ലോ, കൊല്ലത്ത് ശാസ്താംകോട്ടയില അവിടെ 35 മുസ്ലിം കുട്ടികൾ അഡ്മിഷനായിട്ട് അവിടെ ചെല്ലുകയും ചെയ്തു. അവിടുത്തെ ടീച്ചറിനെ എടുക്കാൻ താല്പര്യമില്ല എന്നുള്ള രീതിയിലാണ്. അതിപ്പോൾ ഭയങ്കര വിഷയമായിട്ടിരിക്കുകയാണ്. അവിടെ നമ്മുടെ ശശികല ടീച്ചർ പിന്നെ അറിയാമല്ലോ ആർക്ക് കൂടെ നിൽക്കും, എങ്ങനെ നിൽക്കും എന്നൊക്കെ. ഞാൻ ഒറ്റ അപേക്ഷ ഞാൻ ചോദിക്കണേ, നിങ്ങൾ കേരളത്തിലെ ആൾക്കാർ ഈ ശശികലയെ വെറുക്കുന്നവർ, ഞാൻ എൻ്റെ വീഡിയോയ്ക്ക് അതിങ്ങനെ പറയുന്നത്, വെറുക്കുന്നവർ മാത്രം ഒന്ന് ലൈക്ക് അടിക്കുക. എനിക്കൊന്ന് അറിയണം. ഞാൻ എൻ്റെ വീഡിയോയ്ക്ക് സ്ഥിരം പറയുന്നു, ഒരാളെ ഇഷ്ടം അല്ലെങ്കിൽ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് അടിക്കുന്നത് ഞാൻ പറയും. ഒന്നറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. എത്ര കണക്ക് വരും എന്നുള്ള രീതിയിലാണ്. കാരണം അതുപോലത്തെ വിഷവിത്താണ്. ഞാൻ അവരുടെ പോസ്റ്റ് ഞാനിപ്പം ആ ഒരു വിഷയത്തിൽ ഞാൻ വായിക്കുന്നില്ല. ഞാൻ വേറൊരു പോസ്റ്റ് വെച്ചിട്ട് ആ ഒരു വീഡിയോ നിങ്ങൾക്ക് ഫുള്ള് വെച്ച് തരാം. നിങ്ങൾ ഇത്രയും ചെയ്യാവുള്ളൂ, ഒന്ന് ലൈക്ക് അടിക്കുക. ഇവരെ വെറുക്കുന്നവർ. എനിക്ക് ആ അബ്ദുൾ റഹീമിനെ നാട്ടിൽ കൊണ്ടുവന്ന സമയത്ത് എൻ്റെ പൊന്നോ, എൻ്റെ ചങ്ക് പടച്ചു പോയ പോസ്റ്റും കാര്യങ്ങളും അവരിട്ടത്. ഞാൻ അന്നേ ഇവരെ എന്ത് വിഷയം വന്നാലും ഞാൻ ചെയ്യൂ എന്നുള്ളൊരു മൈൻഡ് സെറ്റായിരുന്നു. ഇവർ പറയുന്നതിൻ്റെ എന്തെങ്കിലുമൊക്കെ കാര്യമുണ്ടോ എന്ന് ഞാൻ ആലോചിച്ച് പോയത് തന്നെ. ഇവരെ വെറുക്കുന്നവരൊന്നും ലൈക്ക് ഇടുക. പിന്നെ അതുപോലെ തന്നെ ഈ വിഷയങ്ങൾ നമുക്ക് ചെയ്യുമ്പോൾ ആരും സബ്ബോ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. പരമാവധി എല്ലാവരും സബ് ചെയ്യുക. ഫേസ്ബുക്കിൽ കാണുന്നവരൊന്ന് ഫോളോയും കൂടെ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം അതാണ് നമുക്ക് വേണ്ടത്. കറക്റ്റായിട്ട് ഈ ഒരു വ്യക്തിനെ കുറിച്ച് ഒരുപാട് ആൾക്കാർ നടന്നങ്ങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്ത് കണ്ടിട്ടാണെന്നൊന്നും എനിക്കറിയത്തില്ല. ഇങ്ങനെ വിഷം തുപ്പുന്ന ഒരു സ്ത്രീയെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അതുപോലെ അർജുൻ്റെ കേസ് ഇട്ട് വന്നപ്പോൾ എനിക്ക് മനസ്സിലായ, ഏത് അർജുൻ അല്ലേ, കർണാടക ലോഡുമായിട്ട് പോയ സമയത്ത് അർജുൻ മരണപ്പെട്ട എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. ആ ഒരു വിഷയത്തിൽ അർജുനും പിന്നെ ലോറി ഡ്രൈവർ മനാഫും വെച്ച് കമ്പയർ ചെയ്തൊക്കെ ഒരുപാട് കഥയുണ്ട്. ഞാൻ അതിലോട്ടൊന്നും പോകുന്നില്ല. ഓക്കെ, നമുക്ക് ആ സ്കൂളിലെ കാര്യത്തിലോട്ട് പോകുന്നതിന് മുമ്പ് വേറൊരു പോസ്റ്റ് ഉണ്ട്. രമേശ് ചെന്നിത്തലയുടെ. എൻ്റെ പൊന്നോ, അതേണ്ടേ, പോലീസുമായി കുട്ടികൾക്കിടയിൽ കൊണ്ടിരുന്നത് കൊണ്ടുപോകുന്നത് അപ്പൂപ്പൻ്റെ കുട്ടി. അതാണ് തോന്നുന്നു അവർ ഉദ്ദേശിച്ചേക്കുന്നത്. ഓക്കെ, ആ പോലീസുകാരെങ്കിലും ഗേറ്റിൻ്റെ വെളിയിൽ നിർത്താമായിരുന്നില്ലേ? മന്ത്രി അല്ലല്ലോ, അപ്പൂപ്പനല്ലല്ലോ, എന്താ അപ്പൂപ്പനല്ലയോ സ്കൂളിൽ പോകുന്നത്, മന്ത്രിയായല്ലോ പോകുന്നത്, അപ്പൂപ്പനായല്ലേ സ്കൂളിൽ പോകുന്നതെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എസ്കോർട്ടും സെക്യൂരിറ്റി ഒഴിവാക്കി ഒരു സ്കൂളിനകത്ത് പോലും പോകാൻ വയ്യാത്ത സുരക്ഷാ ഭീഷണി ഉണ്ടെങ്കിൽ ഇത്തരം സ്ഥലങ്ങളിൽ പോകാതിരിക്കുന്നതല്ലേ നല്ലത് എന്നുള്ള രീതിയിലൊക്കെ ഈ രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തി കുറേ കാര്യങ്ങൾ ഇടുകയൊക്കെ ചെയ്യുന്നുണ്ട്. പൊന്നി ടീച്ചറെ, ഇന്ന് കേരളത്തിലെ തുഫാൻ എന്നൊരു സംഭവത്തില പുള്ളി വേറെ ലെവലാക്കിക്കൊണ്ടിരിക്കുക. ഇതൊക്കെ ഒരു കുറവാണോ? അപ്പം പുള്ളിക്കാരൻ പോയെങ്കിൽ പോലീസ് പുറകിന് വന്നപ്പോൾ വലിയ തെറ്റായിട്ടൊന്നും ഞാൻ കാണുന്നില്ല. നിങ്ങളല്ലേ ഓരോ കുറ്റങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, എന്തായാലും ഈ ഒരു സ്ത്രീയെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് വെച്ചാൽ അത് പറയണം. കാരണം വിഷം തുപ്പിക്കൊണ്ടിരിക്കുകയാണ്. അതല്ലേ, അപ്പം നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതാണ് വിഷയം. ഇത് കാണണം. ഈ ഒരു കാര്യം കണ്ടിട്ട് ആ ടീച്ചർ ഇപ്പോൾ വന്നിട്ട് പറയുന്നൊരു കാര്യം, ഞാൻ ആരുടെയും അഡ്മിഷൻ തടഞ്ഞിട്ടില്ല അങ്ങനെയാണെന്നൊക്കെ ടീച്ചർ ഡയലോഗ് അടിക്കുന്നുണ്ട്. അവിടെ ഇത്രയും പ്രശ്നം നടക്കുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ആരെങ്കിലും കള്ളക്കഥകൾ അടിച്ചിറക്കും? അവിടുത്തെ ടീച്ചറും പറയുന്നത് ഞാൻ വെച്ചുതരാം. വീഡിയോ മൊത്തം കാണാതെ നിങ്ങൾ വീഡിയോ മൊത്തം ഇരുന്ന് കാണണം, സ്കിപ്പ് ചെയ്യരുത്. മൊത്തം ഇരുന്ന് കാണണം. ഓക്കെ, ഇവരെ വിടത്തില്ല. വേറെ കാര്യം പോലീസല്ല. ഒന്നാമത്തെ കാര്യം, ഇവിടെ ടീച്ചറെ ട്രാൻസ്ഫർ ചെയ്യുന്നതോ ടീച്ചറെ പിരിച്ചു വിടുന്നതോ പോലീസല്ല. ഈ രണ്ട് കാര്യങ്ങളാണ് ഞങ്ങളോട് പറഞ്ഞത്. പോലീസും വന്ന് നാട്ടുകാരും വന്ന് ഇത്രയും വലിയൊരു പ്രശ്നം അവിടെ നടക്കുമ്പോൾ അതിൻ്റെ എന്തെങ്കിലുമൊക്കെ സത്യാവസ്ഥ കാണുമല്ലോ. കോമൺ സെൻസ് ഉള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഈ ഒരു വിഷയത്തിൽ ടീച്ചർ സംസാരിക്കുന്നത് നമുക്ക് വെക്കാം. ടീച്ചർ അങ്ങ് പറയാം, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്നുള്ള രീതിയിലാണ്. ഇവിടെ വേറൊരു ടീച്ചറും കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇവിടെ ഹിന്ദു മുസ്ലിം എന്നുള്ള രീതിയിലൊക്കെ ഉണ്ടോടെ. നമ്മുടെ നാട്ടിൽ അത് പാടില്ല. സത്യം പറഞ്ഞാൽ എല്ലാവരും തുല്യരാകണം, എല്ലാവരും ഒരുപോലെ ആവണം. അതായിരിക്കണം കുറച്ചും കൂടെ നല്ലത്.
28, 29, 30 പോട്ടെ, ആ കഴിഞ്ഞ ഈ അധ്യയന വർഷം തുടങ്ങുന്ന തലേന്ന് ദിവസം വരെ ഇവിടെ വന്ന ടീച്ചർ എന്ത് ചെയ്തു? പുഴുങ്ങി തിന്നോ? ടീച്ചർ എന്താ ചെയ്തത്? അത്രയും കുട്ടികളെ എന്തുകൊണ്ട് ഇവിടെ അഡ്മിറ്റ് ചെയ്തില്ല? അതിന്റെ റീസൺ ഒന്ന് പറയാൻ ആ ടീച്ചറോട് മണിക്കൂറുകളായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ടീച്ചറിന്റെ എതിരെ മൊഴി കൊടുത്തു പറഞ്ഞ് ഒരു സഹപ്രവർത്തകയല്ലേ കടിച്ചത്? കടിച്ചില്ലെങ്കിൽ ആ ടീച്ചർ പറയട്ടെ. ടീച്ചറെ വായിക്കാത്തൊരു കൈ കൊണ്ട് വെച്ച് കടിച്ചത് എന്ത്? ടീച്ചറെ ഓക്കെ, ഈ 35 പിള്ളേർ നിങ്ങളെ വായിക്കാത്ത കൈ കൊണ്ട് വെച്ചോ. ഈ 35 പിള്ളേര് നിങ്ങൾക്ക് ഇതിപ്പോ വളർന്നല്ലോ. 35 പിള്ളേര് 35 പിന്നെ നിങ്ങൾ അങ്ങനെ ഇതൊന്ന് പറ. ഈ ടീച്ചറെ ഒരു സമുദായത്തിൽപ്പെട്ട ഒരു 35 പിള്ളേർ ഇവിടെ പഠിക്കാൻ വന്നു പറയാം. ടീച്ചർക്ക് എന്താ പ്രശ്നം? ടീച്ചറാണോ അവർക്ക് ചെലവെടുക്കുന്നത്? പിന്നെ എന്തുകൊണ്ടാണ് അഡ്മിഷൻ കൊടുക്കുന്ന റീസൺ ഒന്ന് വ്യക്തമായിട്ട് പറ. അത് മാത്രമേ ചോദിക്കുന്നുള്ളൂ. റീസൺ നിങ്ങൾ നിയമപരമായിട്ടാണ് ചെയ്തത്. എന്താണ് ചെയ്തത് ഞങ്ങൾക്ക് അറിയണ്ടായോ? ഞങ്ങളുടെയും കൂടെ പൈസ തന്നിട്ടാ നിങ്ങൾക്ക് ശമ്പളം തരുന്നത്. ഞങ്ങൾ ടാക്സ് കൊടുക്കുന്ന പൈസ നിങ്ങൾക്ക് ശമ്പളമായിട്ട് തരുന്നത്. അതിന് അറിയാനുള്ള ഒരു മൗലികമായ അവകാശം ഞങ്ങൾക്കുണ്ട്. നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി. അതെന്ത് നിങ്ങൾ തെറ്റിയിട്ടില്ല, നിങ്ങൾ ചെയ്തെന്തോ ഇതിനെപ്പറ്റി അറിയത്തില്ല. ടീച്ചറാണ് ഇവിടെ പറയുന്നത്. ഇത്രയും 35 പിള്ളേരെ ടീസിന്റെ ഇന്നലെ നിങ്ങൾ 2 പിള്ളേരെ എന്തിനാണ് റിമൂവ് ചെയ്തത്? വിത്തൗട്ട് അവര് റിക്വസ്റ്റ് ചെയ്തിട്ടില്ലല്ലോ. ഇവിടെ ടീച്ചർ അവർക്ക് വേണമെന്ന് റിക്വസ്റ്റ് ചെയ്തിട്ടില്ല. നിങ്ങൾ എന്തുകൊണ്ടാണ് റിമൂവ് ചെയ്തത്? ഇന്നൊരു പയ്യനെ റിമൂവ് ചെയ്തത് നിങ്ങൾ ഇവിടെ സിസ്റ്റം ഉണ്ടല്ലോ. ഞങ്ങളെ കാണിച്ചതാ. അതൊക്കെ ഞങ്ങൾക്ക് അറിയാലോ. ആ പേരൻസിനെ നിങ്ങൾക്ക് കാണണോ? ആ പേരൻസിനെ കാണണോ? നിങ്ങൾക്കെതിരെ മൊഴി പറയാൻ 35 പേരൻസ് ഇവിടെ വരും. കാണണോ? അതുകൊണ്ടാണ് പറഞ്ഞത് എന്ത് റീസൺ? നിങ്ങൾ ഒരു സ്ത്രീയാണ് എന്നെ ഉപദ്രവിച്ച നിങ്ങൾ അടുത്ത് പോകുന്ന ഒരു കുഴപ്പമില്ല. തർക്കിച്ചൊന്നും കാര്യമില്ല. ടീച്ചർ കൃത്യമായ റീസൺ ഇന്ന കാരണത്താലാണ് ഞാൻ ഇന്നലെ ഇവിടെ അഡ്മിഷൻ കൊടുക്കാഞ്ഞത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ പ്രശ്നം ടീച്ചർ ബാക്കി കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യാം. ഒരാളോട് ചോദിക്കേണ്ട. ഉച്ചഭക്ഷണം പോലും കറക്റ്റായിട്ട് കൊടുക്കുന്നില്ല. ഇവിടുത്തെ നിങ്ങൾ എന്ത് ജോലി ചെയ്യുന്നത്? ഇവിടുത്തെ ഉച്ചഭക്ഷണം പോലും കറക്റ്റ് ചെയ്യാത്ത ഒരു അസംബ്ലി പോലും ഇല്ലാത്ത സ്കൂളായത്. ഒരു അസംബ്ലി പോലും നടക്കുന്നില്ല. രാവിലെ സ്കൂൾ ഉണ്ടതാണ് ശമ്പളം കിട്ടും, ശമ്പളം കിട്ടും എന്നുള്ള ഒരു ധാർഷ്ട്യമാണ് നിങ്ങളുടെ. അങ്ങനെ ഒരു കുഴപ്പമുണ്ട് ഈ ഗവൺമെന്റ് ജോലി ചെയ്യുന്ന കുറെ സ്കൂളിലെ ടീച്ചർമാർക്ക്. അങ്ങനെ കുറെ അഹങ്കാരമുണ്ട്. എന്തായാലും ശമ്പളം കിട്ടും, അമ്മമാരുടെ രീതിയിലായിക്കോട്ടെ എന്നുള്ള രീതിയിലാണ്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ അടുത്ത് സംസാരിച്ചാൽ അല്ലെങ്കിൽ ഇന്ന പോലെ മാഡം അത് ക്ലിയർ ചെയ്യണം എന്ന് പറഞ്ഞാൽ പോലും അവർ കേൾക്കത്തില്ല. ഞാൻ ഈ കുറച്ച് രാഷ്ട്രീയത്തിലൊക്കെ നിന്ന സമയത്തൊക്കെ സ്കൂളിലൊക്കെ പോകുമ്പോഴൊക്കെ അവന്മാരുടെയൊക്കെ സംസാരവും കാര്യങ്ങളൊക്കെ കാണണം. പുച്ഛം മാത്രമേ ഉള്ളൂ ചില പ്രിൻസിപ്പളൊക്കെ സംസാരങ്ങളും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ. ഇതിപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ ചിരി വരിക. കാരണം ഇപ്പം ഇവർക്കിപ്പോൾ കഴിച്ചിട്ട് ഇറക്കാനും അതിൽ കഴിച്ചിട്ട് തുപ്പാനും വയ്യാത്ത അവസ്ഥയിലുള്ള രീതിയിലാണ്. എന്തായാലും ടീച്ചറിന്റെ കള്ളക്കളി നല്ല രീതിയിൽ പൊളിച്ചെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ടീച്ചർ പിന്നെ വന്നിട്ട് വേറെ ബബ്ബ അടിക്കുന്നുണ്ട്. ഞാനത് വെക്കാം, നിങ്ങളിത് മൊത്തം കാണും. നിങ്ങൾ സ്ത്രീ ഇവിടെ ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ഈ മറുപടി എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് ഇത്രയും കുട്ടികളെ ഇവിടെ അഡ്മിഷൻ എടുത്തില്ല? നിങ്ങൾ ഇവിടെ ടി സി ഇങ്ങോട്ട് വന്നതല്ലേ? അതിന്റെ ലിസ്റ്റ് ഇവിടെ കാണുമല്ലോ. അത് ഞങ്ങളത് കാണിച്ചാൽ ഇല്ലെങ്കിൽ അവർ ഞങ്ങൾക്ക് ഇവിടെ വേണ്ടാന്ന് അവർ റിക്വസ്റ്റ് ചെയ്ത് അത് ഞങ്ങൾ കാണിച്ചാൽ ഞങ്ങൾ പോകാൻ പ്രശ്നമില്ല. അതല്ലാതെ നിങ്ങൾക്ക് ഒരു മതമുണ്ട്, നിങ്ങൾ ആ മതത്തിന്റെ പേരിൽ ഇത്രയും കുട്ടികളെ ഇവിടുന്ന് മാറ്റിയത് ശരിയായിട്ടുള്ള നടപടിയല്ല. ഞങ്ങൾ അതിന്റെ വ്യക്തമായ കാരണം അതിന്റെ ബോധമുള്ളൂ. അതിന് നിങ്ങൾ ഇവിടെ ഇനി ഇന്നത്തെ ദിവസം നിങ്ങളുടെ മറുപടി ചെയ്താൽ ഞങ്ങൾക്ക് പോകുന്നില്ല. അതിന്റെ മറുപടി അറിഞ്ഞേ പറ്റുള്ളൂ. ഒരു അധ്യാപകൻ കഴിച്ചു ആ ടീച്ചറെ പോയി കണ്ടു. ഈ അധ്യാപിക പറയുന്നത് പറയാൻ പോലും ഇത് അറിയാമല്ല. നിങ്ങളടുത്ത് ഞങ്ങൾ സസ്പെൻഷനിൽ പോകുന്നതിനായിരുന്നു 4 പ്രാവശ്യം സസ്പെൻഷനിൽ പോകുന്നതിനായിരുന്നു. നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യാത്തോണ്ടല്ലേ? ആണോ? നിങ്ങൾക്ക് ഒരു പ്രത്യേകമായ ഒരു സമുദായം 4 വട്ടമാണ് സസ്പെൻഷൻ പോയത്. ഇപ്പൊ വീണ്ടും പോയിട്ടുണ്ട് പുള്ളിക്കാരി, വീണ്ടും സസ്പെൻഷൻ ആയിട്ടുണ്ട്. അങ്ങനെയാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ശരി വരുവാ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, എല്ലാവരും കാണിക്കുന്ന ഓരോ രീതികളൊക്കെ നിങ്ങൾ എന്താണ് ഇങ്ങനെയൊക്കെ? പലയിടത്തും ഇതുപോലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതപ്പോൾ അവിടുത്തെ ചെറുപ്പക്കാരെ എന്നിട്ട് കാര്യങ്ങൾ നല്ല സ്മൂത്ത് ആയിട്ട് അങ്ങ് ഹാൻഡിൽ ചെയ്തു. ബാക്കി ഇവിടെ വെക്കാം. കുട്ടികളോട് പ്രശ്നം ഉള്ളതുകൊണ്ട് നിങ്ങൾ ഇവിടെ ഞങ്ങളെല്ലാം കുറച്ച് എല്ലാവരും എല്ലാ ജാതികളുള്ളവരും സന്തോഷമായിട്ട് ജീവിക്കുന്ന സ്ഥലം. നിങ്ങളെ ഈ സ്ഥലം എനിക്കറിയില്ല. ഞങ്ങളെല്ലാം ഇവിടെ ജാതി മുതലാണ് ജീവിക്കുന്നത്. അതിനിടയ്ക്ക് ഇവിടെ ഇത്രയും വർഷമായിട്ട് ഒരു എത്ര വർഷം കൂടെ പഴക്കമുള്ള സ്കൂളായത്. ഇത്രയും വർഷമായിട്ട് ഇവിടെ ഞങ്ങൾക്ക് വന്ന് ഒരു അധ്യാപകരെടുത്തോ ഇവിടുത്തെ വിദ്യാർത്ഥികളെടുത്തോ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു കാര്യം സംസാരിക്കുന്ന അവസരം വന്നിട്ടില്ല ഇതുവരെ. നിങ്ങളുടെ ഒറ്റ ഒരാൾ ഇതിന് മുമ്പ് ഇതുവരെ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതിപ്പോ ഇങ്ങനെ ഒരു വിഷയം വന്ന് പുറത്ത് വന്നതുകൊണ്ടാണ് നിങ്ങളുടെ ബാക്കിയുള്ള കാര്യങ്ങൾ ഞങ്ങൾ നിങ്ങൾ കാരണം ഇവിടുത്തെ ടീച്ചർ രാജിവെച്ച് പോയില്ലേ? നിങ്ങൾക്ക് പറയാനുണ്ടോ? ഒരു സമുദായത്തിൽപ്പെട്ട
ഒരു ടീച്ചർ രാജിച്ചു പോയില്ലേ? ഇത്രയും കുട്ടികൾ ഈ സ്ട്രെങ്ത് ഇല്ലാത്ത ഈ സ്കൂളിൽ 10-38 പിള്ളേർ പഠിക്കാൻ വന്നിട്ട് അവരെ അഡ്മിഷൻ ഒരു സമുദായത്തിന്റെ പേരിൽ അവരെ മാറ്റി നിർത്തി ശരിയായിട്ടുള്ള നടപടിയാണ്. നിങ്ങൾ പറഞ്ഞ നിയമപരമായിട്ടൊന്നും ചെയ്തിട്ടില്ല, തെറ്റും ചെയ്തിട്ടില്ല. ഇതാ ഇന്ന കാരണത്താലാണ് ഞാൻ കൊടുക്കാനുള്ള അഡ്മിഷൻ. ഓക്കെ, നമുക്ക് വേറൊരു വീഡിയോ കൂടെ വെക്കാം. അതേ സ്ഥാപനത്തിൽ തന്നെ വർക്ക് ചെയ്യുന്ന ടീച്ചറിന് പറയാനുള്ളത് കറക്റ്റ് വിവരം നിങ്ങൾക്ക് അപ്പോൾ കത്തും. ടീച്ചറും കൂടെ പറയുന്ന കൂടെ നിങ്ങളത് കേട്ട് നോക്കാം. ഇല്ല, വെള്ളവസ്ത്രം ധരിക്കുന്ന കുഞ്ഞുങ്ങളെ ഞാൻ അനുവദിക്കത്തില്ല, വെള്ളിയാഴ്ച വരുന്നില്ല, ഇനി ഇവരെ ഞാൻ അഡ്മിഷൻ കൊടുക്കത്തില്ല എന്ന് ഇവർ അവിടെ നിന്ന് പരസ്യമായിട്ട് ഇവരെ ആക്ഷേപിച്ച് വിടുകയാണ് ചെയ്തത്. ഈ രക്ഷാകർത്താക്കൾ എന്നിട്ട് പറഞ്ഞു ഞങ്ങൾ എല്ലാ ദിവസവും വരാം, എല്ലാ ദിവസവും ടീച്ചർ അഡ്മിഷൻ എടുക്ക്. ഈ ടീച്ചർ അതും കേട്ടില്ല. ജൂൺ 1 പ്രവേശനോത്സവത്തിൽ ചക്കോളി ഭാഗത്തുനിന്ന് ഒരു 10-30 കുട്ടികളും രക്ഷാകർത്താക്കളും TC-യും പിന്നെ ആവശ്യമായ രേഖകളും കൊണ്ട് നമ്മുടെ സ്കൂളിൽ അഡ്മിഷൻ എടുക്കാൻ ഞങ്ങൾ പോയാണ് കൊണ്ടുവന്നത്. വണ്ടിക്കകത്ത് കൊണ്ടുപോയി കുറെ കൊണ്ടുവന്ന് ഇവിടെ ആക്കി. അപ്പോൾ പ്രവേശനോത്സവം നടന്നു. അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ ഒരു അഡ്മിഷന്റെ സമയത്ത് ഞങ്ങൾ തന്നെ അവിടെ നിന്ന് എഴുതി അഡ്മിഷനാക്കി ഓരോരുത്തരെയും ഞങ്ങൾ ആ ഓഫീസിന്റെ മുമ്പിൽ എത്തിച്ചപ്പോൾ ഇവിടെ കുറച്ച് അവർക്ക് ചില കുട്ടികൾക്ക് ചില കുട്ടികൾക്ക് വെള്ളിയാഴ്ച വരാൻ സാധിക്കത്തില്ല. അപ്പം പറഞ്ഞ് ഇവർ ഓരോരുത്തരെ വിളിച്ചിട്ട് ചോദിച്ച് എല്ലാ ദിവസം വരും. HM വിളിച്ച് ഓരോരുത്തരും ചോദിച്ച് നിങ്ങൾ എല്ലാ ദിവസം വരുന്ന കുട്ടികളാണെന്ന് ചോദിച്ചപ്പോൾ അവർ വെള്ളിയാഴ്ച എണ്ണം ഉടമമായിരിക്കും ടീച്ചർ എന്ന് പറഞ്ഞു. ഇവിടെ മുസ്ലിങ്ങളെ കേട്ടത്തില്ല, വെള്ളവസ്ത്രം ധരിക്കുന്ന കുഞ്ഞുങ്ങളെ ഞാൻ അനുവദിക്കത്തില്ല, വെള്ളിയാഴ്ച വരുന്നില്ല, ഇനി ഇവരെ ഞാൻ അഡ്മിഷൻ കൊടുക്കത്തില്ല എന്ന് ഇവർ അവിടെ നിന്ന് പരസ്യമായിട്ട് ഇവരെ ആക്ഷേപിച്ച് വിടുകയാണ് ചെയ്തത്. ഈ രക്ഷാകർത്താക്കൾ എന്നിട്ട് പറഞ്ഞു ഞങ്ങൾ എല്ലാ ദിവസവും വരാം, എല്ലാ ദിവസവും ടീച്ചർ അഡ്മിഷൻ എടുക്ക്. ഈ ടീച്ചർ അതും കേട്ടില്ല. ഞങ്ങൾ ഈ ദർസിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടുന്നതെല്ലാം കൊണ്ടുവന്ന് ഞങ്ങൾ ഈ അവർ ഒരു ദിവസം പോലും ഞങ്ങൾ വീട്ടിൽ ഇരുത്താതെ കുട്ടികളെ കൊണ്ടുവന്ന് നിരന്തരമായിട്ട് പീഡിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു സമയമായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് കുട്ടികളെ ഈ PTA-ക്കാരെല്ലാം കൂടെ കൂടിയാണ് ചക്കവള്ളി ഞങ്ങൾ കുട്ടികളെ കൊണ്ടുവന്നത്. 35 കുട്ടികളെ അവർ കഷ്ടപ്പെട്ട് കൊണ്ടുവന്നതാണ്. വെള്ളവസ്ത്രം എന്താ, വെള്ളവസ്ത്രത്തിന് എന്താ കുഴപ്പം? മുസ്ലിംസിന് എന്താ കുഴപ്പം? ഞാനൊരു ഹിന്ദുവാ. നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വെച്ച് ഓർപ്പിക്കരുത്. എവിടെ എല്ലാവരും ഒരുപോലെ ആയിരിക്കണം. എൻ്റെ കൂടെ ഉണ്ടായിരുന്നു പഠിക്കാൻ നേരത്തെ ഒരു മുസ്ലിമാൻ, ക്രിസ്ത്യാനി ഉണ്ടായിരുന്നു. എന്തിനാ ഈ ജാതി മതമൊക്കെ വെച്ച് സംസാരിക്കുന്നത്? എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം, ആ ഒരു മൈൻഡ് സെറ്റിൽ എടുക്കണം. ഇതിപ്പോഴും കുറേ എണ്ണം വന്നിട്ട് ഇപ്പോൾ ആ ശശികലയൊക്കെ വന്നിട്ട് നൈസായിട്ട് വന്നിട്ട് ഈ പറയുന്ന ടീച്ചറിനെ സപ്പോർട്ട് ചെയ്യുന്നു. അത് കണ്ടിട്ട് കുറേ ആൾക്കാർ കമന്റ് ഇടുന്നു. ശശികല ടീച്ചർ നേരത്തെ പറഞ്ഞതിലൊന്നും ഞാൻ യോജിക്കുന്നില്ല, പക്ഷേ ഈ കാര്യത്തിൽ ഞാൻ യോജിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിലാണ്. അത് അങ്ങനെ കുറേ എണ്ണം. ഞാൻ കൂടുതൽ അവരുടെ പോസ്റ്റ് വായിക്കുന്നില്ല. ഇപ്പം വായിച്ച് ഞാൻ വല്ലതൊക്കെ വിളിച്ച് പറയും. പിന്നെ രമേശ് ചെന്നിത്തലയുടെ ആ ഒരു കാര്യം, ആ കൊച്ചുമോനായിട്ട് സ്കൂളിൽ പോയത് പോലും അവർക്ക് അതൊക്കെ ഒരു വല്ലാത്ത ഇതാണ്. അവരുടെ മൈൻഡ് സെറ്റ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇതാ ഒരു ഗതി പരഗതി ഇല്ലാതെ ഇങ്ങനെ ഇരിക്കുന്നവർ. ഓക്കെ, അതുപോലെ തന്നെ ടീച്ചറും എനിക്ക് തോന്നുന്നു ഈ രണ്ടുപേരും ഒരു കണത്തിൽപ്പെടുന്നവരാണ്. കൊണ്ടുവന്നത് ഞങ്ങൾ 2-3 അധ്യാപകരും അത് കഴിഞ്ഞിട്ട് PTA-ക്കാരും കൂടെ കൊണ്ട് എന്റെ ഒരു പോസ്റ്റിന്റെ കാര്യം കൊണ്ടാണ് ഈ കുട്ടികളെ കൊണ്ടുവന്നത്. ഈ ടീച്ചറിന് അല്ലാതെ ഞങ്ങൾക്ക് വ്യക്തിവൈരാഗ്യം ഒന്നുമില്ല. രാത്രി മുതൽ ഞങ്ങൾ സംസാരിക്കുകയും ചെയ്ത് ഈ മുസ്ലിം കുഞ്ഞുങ്ങൾ എന്ന് കണ്ടപ്പോഴാണ് അവർക്ക് മാനസികമായിട്ട് ഒരു വിഭ്രാന്തി ഉണ്ടായി. അവിടെ നിന്ന് ആ രക്ഷാകർത്താക്കളെ മുഴുവൻ ആക്ഷേപിക്കുന്ന രീതിയിലാണ് പറഞ്ഞു. മുസ്ലിംസിനോട് പുച്ഛം, ഹിന്ദു മുസ്ലിംസ് എന്തോ അടയത് കഷ്ടം. അതുപോലെ തന്നെ ഈ കുട്ടികളെ എടുക്കാതിരിക്കാൻ ഇവിടെ അത്രയും സ്ട്രെങ്ത് ഉണ്ടോ? അത്രയ്ക്ക് കൂടുതൽ 5ാം ക്ലാസ്സിൽ 5 കുട്ടികളെ വന്നിട്ടുള്ളൂ ഈ ഏരിയയിൽ നിന്ന്. അത് വന്നിരിക്കുന്നത് ഇവിടെ പഠിക്കുന്ന കുഞ്ഞുങ്ങളുടെ അനിയന്മാർ മാത്രമാണ് ഇവിടെ വന്ന് ചേർന്നിരിക്കുന്നത്. അത് ഞങ്ങളെ കണ്ടുകൊണ്ട് മാത്രമാണ് ഈ കുട്ടികളെ ഇവിടെ ചേർത്തിരിക്കുന്നത്. അല്ലെങ്കിൽ ഈ ടീച്ചറിനെ ഇവിടെ പഠിപ്പിക്കുന്ന ഈ ടീച്ചറുള്ള കാലത്തോടെ ഈ കുട്ടികൾ എത്തില്ല എന്ന് രക്ഷാകർത്താക്കൾ ഞാൻ മുഖത്ത് നോക്കി. അപ്പൊ എന്റെ ഒരു പോസ്റ്റിനെ സംബന്ധിച്ച് വിഷയങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ടാണ് ഞങ്ങളിവിടെ കൊണ്ടുവന്നത്. ഈ 5 കുട്ടികളാണ് 5ാം ക്ലാസ്സിലേക്ക് വന്നത്. ഇത് അൺഎക്കണോമിക് ആവുകയാണ് ഈ സ്കൂൾ. അപ്പൊ ഈ സ്കൂൾ അൺഎക്കണോമിക് ആവാതിരിക്കാനാണ് ഞങ്ങൾ പരമാവധി കഠിനാധ്വാനം ചെയ്ത് 10-30 കൂടുതൽ കുട്ടികൾ കുറച്ച് TC 19 TC വന്നു കഴിഞ്ഞു. ഞങ്ങളുടെ ഓൺലൈൻ വന്നു കഴിഞ്ഞു. ബാക്കിയുള്ളത് അഡ്മിഷൻ എടുക്കാനായിട്ട് നിൽക്കുന്നു. അതിന് TC വാങ്ങിക്കാൻ ഞങ്ങൾ എഴുതി കൊടുത്ത് TC വാങ്ങിക്കാൻ പോയേക്കുന്ന കുറെ ആൾക്കാർ ഒന്നര ബുധനാഴ്ചയ്ക്ക് മുമ്പ് 10-30 കുട്ടികളെ അഡ്മിറ്റ് ചെയ്യാം. ഓൺലൈൻ വന്ന TC ഒക്കെ അത് തിരിച്ചുവിട്ട് ഓൺലൈൻ വന്ന ഇതൊക്കെ തിരിച്ചു വിട്ടു. ഓക്കെ. ഇനി അപ്പൊ ടീച്ചർ എന്ന് പറയാനുള്ളത് നമ്മളൊന്ന് കേട്ട് നോക്കാം. നിങ്ങളൊന്ന് ആലോചിക്കണം, ഒരു സ്കൂളിലെ അധ്യാപകയാണ് ഒരു സ്കൂളിൽ തന്നെ 2 അധ്യാപകർ, രണ്ടിന്റെ നിലപാടുകൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ആ മറ്റേ ലേഡി സ്ട്രോങ് ആയിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ ടീച്ചർ പുള്ളിക്കാരിക്ക് എന്താ പറയാൻ നോക്കാം. പഠിച്ച വെള്ളമാണ് കേട്ടോ പറയാൻ പോകുന്നത്. മെമ്മോറിയൽ സ്കൂളിലാണ് കഴിഞ്ഞ ദിവസം അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ചില അഡ്മിഷൻ നിഷേധിച്ചതുമായി ബന്ധപ്പെട്ട് പരാതികൾ ഉയർന്ന സ്കൂളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ആ സംഭവം എന്താണെന്നുള്ളത് നമ്മൾ ഇവിടുത്തെ പ്രഥമ അധ്യാപിക അദ്ദേഹത്തിന് തന്നെ ചോദിച്ച് നമുക്ക് മനസ്സിലാക്കാം. എന്താ ടീച്ചർ, എന്തായിരുന്നു സംഭവിച്ചത്? ടീച്ചർ ഏതെങ്കിലും കുട്ടികൾക്ക് അഡ്മിഷൻ നിഷേധിച്ചത്? ഒരു കുട്ടിക്ക് പോലും അഡ്മിഷൻ നിഷേധിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ പരാതി വന്നത്? അത് വ്യാജപരമായിട്ട് കെട്ടിച്ചമച്ച് മനഃപൂർവ്വം ഈ സ്ഥാപനത്തെയും എന്നെയും ആക്ഷേപിക്കാനായിട്ട് ചിലർ കെട്ടിച്ചമച്ചുണ്ടാക്കിയ കാര്യം. അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ലെന്നാണ് ടീച്ചർ പറഞ്ഞത്. അഡ്മിഷൻ ഞാൻ നിഷേധിച്ചിട്ടില്ല. പിന്നെ എന്താണ് സംഭവിച്ചത്? ഇത് അഡ്മിഷൻ നിശ്ചയിച്ചായിട്ട് വരുത്തി തീർക്കുകയാണ് ചെയ്തത്. ഇവിടെ രാവിലെ ഒരു ചെറിയ സംഘർഷ സാധ്യത ഉണ്ടായിരുന്നു. എന്താണോ അതിന് കാരണം? എന്താണോ നമുക്ക് ഒഫീഷ്യലായിട്ട് നമ്മുടെ മേലധികാരികളോ അങ്ങനെ ഒഫീഷ്യലായിട്ട് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വരുമ്പോഴോ കൊടുക്കേണ്ട ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുക എന്നുള്ളതാണ് എന്റെ കർത്തവ്യം. ഞാൻ സർക്കാർ അധ്യാപിക, സർക്കാർ ശമ്പളം വാങ്ങിക്കുന്ന ഒരു അധ്യാപികയാണ്.
അപ്പൊ അൺഒഫീഷ്യലായിട്ട് നമുക്ക് ആരെങ്കിലും വന്നാൽ നമ്മളെല്ലാം നമുക്ക് പ്രതികരിക്കാനുള്ള സമയമില്ല. മാത്രമല്ല ഇന്നത്തെ ദിവസം സിസ് വർക്കിന്റെ ബന്ധപ്പെട്ട ജോലികളെ തിരക്കുകളെ എന്റെ ഓഫീസ് ജോലികളെ തടസ്സപ്പെടുത്താനായിട്ട് ഒത്തിരി പേര് ഇവിടെ വന്ന് തന്നെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലോട്ട് കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നു. ഓ എന്റെ പൊന്നോ, എന്റെ ജോലി തടസ്സപ്പെടുത്താൻ വേണ്ടി കുറെ ആൾക്കാരെ മാനസികമായിട്ട് തകർക്കാൻ വേണ്ടി എന്റെ പൊന്നോ നൈസായിട്ട് വന്നിട്ട് സംസാരിക്കുന്നുണ്ടല്ലേ. ഇവരുടെ ഈ സംസാരത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടല്ലേ. LKG കൊച്ചു വന്നിട്ട് നമ്മുടെ അടുത്ത് കള്ളം പറയുമ്പോൾ നമുക്കത് ക്യാച്ച് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലുണ്ട് ടീച്ചറുടെ കള്ളങ്ങളും കാര്യങ്ങളും ഒക്കെ. പറയിച്ചേ എന്തെങ്കിലും വന്ന് പറയുന്നതല്ലേ കേക്ക്. അല്ല, ഇവിടെ ഇപ്പൊ വന്ന് നമ്മൾ സംസാരിച്ച മിക്ക അധ്യാപകരും ടീച്ചറിനെതിരെയാണ് സംസാരിച്ചത്. അതെന്തുകൊണ്ടായിരിക്കും? അതൊരു പക്ഷേ അവർക്ക് വ്യാജ TC-കൾ വെച്ച് അഡ്മിഷൻ നടത്തി വ്യാജ തസ്തിക സൃഷ്ടിച്ച് അവരുടെ തസ്തിക നിലനിർത്താനുള്ള പലപ്പോഴും അതിന് ഞാൻ എതിർ നിന്നിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് ഞാൻ സർക്കാർ ശമ്പളം വാങ്ങിക്കുന്ന ഒരു അധ്യാപികയാണ്. ഗവൺമെന്റിന് സാമ്പത്തിക ബാധ്യത വെക്കുന്ന യാതൊന്നും എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. എന്റെ പൊന്നെ, ഗവൺമെന്റിന് ഇത്രയും വലിയ ഉപകാരം ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു എന്റെ മുന്നിൽ നിൽക്കുന്നത്. നല്ലതാ. എന്നിട്ടാണ് 35 കുട്ടികളെ പറഞ്ഞു വിട്ടത്. കഷ്ടം. ഇത്രയും സത്യസന്ധത കാണിക്കുന്ന ഒരുത്തി എന്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് കാണുക. അപ്പോൾ വ്യാജ TC-കൾ വെക്കുക, അനധികൃതമായിട്ട് ഹാജർ കൊടുത്ത് കുട്ടികളെ അഡ്മിറ്റ് ചെയ്ത് അങ്ങനെ അനധികൃതമായിട്ട് ഹാജർ കൊടുത്ത് കൊണ്ടുപോയി തസ്തിക നിലനിർത്തുന്ന പ്രവണതയോടെ എനിക്ക് യോജിക്കാനാവില്ല. അത് നിയമവിരുദ്ധമാണ്. അതുകൊണ്ട് എന്നോട് വ്യക്തിപരാജ്യമുള്ള അധ്യാപികമാരുണ്ട്, അധ്യാപകരുണ്ട്. ഇപ്പൊ നമ്മളിവിടെ വന്നപ്പം ഒരു അധ്യാപിക പറഞ്ഞത് ടീച്ചർ ടീച്ചറിനെ കടിച്ചു എന്നാണ്. സത്യത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്? അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഞാൻ എന്നെ ഒരു മുറിക്കകത്ത് കൂട്ടിയിടാൻ അധ്യാപിക ഉൾപ്പെടെ ചില പാർട്ടിക്കാരോട് ഒത്തുകൊണ്ടിച്ച് ശ്രമിച്ചിട്ടുണ്ട്. കുറെ വെളിയിൽ നിന്ന് കുറെ പാർട്ടി പ്രവർത്തനം എന്നുള്ള പേരിൽ വന്ന് എന്നെ ഭീഷണിപ്പെടുത്തി എന്നെ മുറിക്കകത്ത് കൂട്ടിയിടാൻ ശ്രമിച്ചിട്ടുണ്ട്. പലപ്പോഴും എന്നെ ഒരു സ്ത്രീ എന്ന പരിഗണന നൽകാതെ എന്നെ മാനസികമായിട്ട് ഹരാസ് ചെയ്യുന്ന രീതിയിലോട്ട് കാര്യങ്ങൾ പോയിട്ടുണ്ട്. ഞാൻ പുറത്തിറങ്ങാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഇവരെ മാത്രമായിട്ട് എന്തിനാ ആൾക്കാരെ ടാർഗറ്റ് ചെയ്യുന്നത്? അയ്യോ, അതെന്താ ടീച്ചറെ മാത്രം ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നേ? നടി, അപാര നടി. ഞാൻ ആരെയും ബോധപൂർവ്വം ആരെയും പഠിച്ചിട്ടില്ല. അല്ല, ഇപ്പൊ ഇവിടെ വന്നപ്പോൾ പറഞ്ഞ ടീച്ചറെ കുട്ടികൾക്ക് ഭക്ഷണം കറക്റ്റായിട്ട് കൊടുക്കാൻ സമ്മതിക്കില്ല. അത് കറക്റ്റായിട്ട് ഒരു ഭക്ഷണം വിതരണം തന്നെ മുടക്കുന്ന ഒരു സമീപനമാണ് ടീച്ചറിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. ഇവിടെ കുട്ടികൾക്ക് ഭക്ഷണം കൊടുത്തതിന് ശേഷം അധികം വരുന്ന ഭക്ഷണം അധികം വരാറുണ്ട്. 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും ഉൾപ്പെടെ വിശന്നിരിക്കുന്ന കുട്ടികൾക്ക് ഞാൻ തന്നെ കൊണ്ടുപോയി ഭക്ഷണം കൊടുക്കാറുണ്ട്. ക്ലാസ് മുറിയിലോട്ട് അധികം വന്നാൽ ഞാൻ ആ കുട്ടികൾക്ക് കൊടുത്തതിന് ശേഷം മാത്രമേ ഞാൻ ആഹാരം കഴിക്കാറുള്ളൂ. ടീച്ചറെ, സത്യത്തിൽ അഡ്മിഷൻ നടക്കുന്ന സമയത്ത് എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള എന്തെങ്കിലും വിഷയം ഉണ്ടായിട്ടുണ്ടോ? കാരണം എന്ന് വെച്ചാൽ മന്ത്രിക്ക് പരാതി പോകുന്നുണ്ട്, ശസ്ത്രങ്ങളുടെ പോലീസ് സ്റ്റേഷനിൽ പരാതി പോകുന്നുണ്ട്, മുഖ്യധാര മാധ്യമങ്ങളിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട വാർത്തകൾ വരുന്നുണ്ട്. എന്തെങ്കിലും ഒന്നും നടക്കാതെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാവുമോ? മനഃപൂർവ്വം എന്നെ ആക്ഷേപിക്കാനായിട്ടും പിന്നെ സ്കൂളിനെ ഒരു സ്കൂളിനെതിരെ ഞാൻ നിൽക്കുന്നു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയും കെട്ടിച്ചമച്ചുണ്ടാക്കിയ ഒരു ആക്ഷേപമാണത്. 2026-27 അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് രക്ഷകർത്താക്കൾ കൊണ്ടുതന്ന ആധികാരികമായ രേഖകൾ വെച്ച് അഡ്മിഷൻ നടത്താൻ നിയമപരമായിട്ട് നടത്തേണ്ട അഡ്മിഷനുകളെല്ലാം തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ടീച്ചർ, ഇപ്പൊ ഈ അഡ്മിഷൻ നിഷേധിക്കപ്പെട്ടു എന്ന് പറയുന്ന കുട്ടികൾ ഇപ്പൊ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ടീച്ചർ ഇവിടെ അഡ്മിഷൻ കൊടുത്തു? ഇവിടെ നിയമപരമായിട്ട് ഒരു അഡ്മിഷൻ പോലും ഇവിടെ നിയമവിരുദ്ധമായിട്ട് നടന്നിട്ടില്ല. ഒരു കുട്ടിയുടെ പോലും അഡ്മിഷൻ നിഷേധിച്ചിട്ടില്ല. നിയമപരമായിട്ട് അഡ്മിഷൻ നടക്കേണ്ട രീതിയിൽ അഡ്മിഷൻ എടുക്കാൻ വന്നിട്ടുള്ള എല്ലാ കുട്ടികളെയും 2019 മുതൽ ഇന്നേ വരെ ഞാൻ എച്ചമായിട്ടിരുന്ന സമയത്ത് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ടീച്ചറെ, ഇപ്പൊ നമ്മൾ ഈ പാചകം ചെയ്യുന്ന അവരുമായിട്ട് സംസാരിച്ചപ്പോൾ ടീച്ചർ കുട്ടികൾക്ക് വേണ്ടത്ര ഭക്ഷണം കൊടുക്കാൻ സമ്മതിക്കാറില്ല, വേണ്ടത്ര ഭക്ഷണം. അവിടെ ഒരു സ്കൂളില് എല്ലാ ആൾക്കാരും ഒരുപോലെ പറയുന്ന ഒരു കാര്യം ഈ HM-നെ കുറിച്ചാണ്. ഇവരെ കുറിച്ചാണ് ഈ മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന വരുന്നത്. പാചകം ചെയ്യാൻ വരുന്ന ആൾക്കാരെ വരെ സംസാരിക്കുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ ഇതിനകത്ത് എന്തെങ്കിലും ഇത് കാണുമല്ലോ. ഇവരാരും ഒട്ടും മോശമൊന്നുമല്ല. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. 35 കുട്ടികളെ അവിടെ നിന്ന് പറഞ്ഞു വിട്ട്, അത് മാത്രമല്ല ആൾക്കാർ വന്നിട്ട് ഇത്രയും പ്രശ്നം ഉണ്ടായി. അവിടെ പോലീസുകാർ വരുമ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇവരൊട്ടും മോശമൊന്നുമല്ല. ഇവരെ എന്തൊക്കെയോ മറക്കുന്നുണ്ട്, എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്. ആർക്കാരുടെ വേണ്ടിയൊക്കെ പണിയെടുക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഗവൺമെന്റ് ശമ്പളം മേടിക്കുന്നത് എന്താ ആത്മാർത്ഥതയും കോപ്പും ഉണ്ടാക്കാൻ വേണ്ടിയാണെങ്കിൽ അതൊക്കെ കൈവച്ചിരുന്നാൽ മാത്രം മതി. കഷ്ടം. ഇങ്ങനെ കുറെ വിവരം കേട്ട ആൾക്കാരുണ്ടല്ലോ. ഇതുപോലെ കുറെ അഹങ്കാരം പിടിച്ച് കുറെ ആൾക്കാർ ഈ സ്കൂളുകളിലുണ്ട്. മാറ്റണവരെയൊക്കെ. വിതരണം ചെയ്യാൻ സമ്മതിക്കത്തില്ല എന്ന അവിടെ നിന്നും ഒരു പരാതി വന്നിട്ടുണ്ട്. അതേക്കുറിച്ച് ഇവിടെ 8ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കേ ഉള്ളൂ ഭക്ഷണമെങ്കിലും 10 വരെയുള്ള കുട്ടികൾക്ക് വിശന്നിരിക്കുന്ന കുട്ടികൾക്ക് ഇവിടെ നിന്നാണ് ഭക്ഷണം കൊടുക്കാറുണ്ട്. അധികം വരാറുണ്ട്. അധികം വരുന്ന ഭക്ഷണം കുട്ടികൾക്ക് തന്നെ ഞാൻ തന്നെ ക്ലാസ് മുറികളിൽ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ഞാൻ വീണ്ടും ചോദിക്കുകയാണ്, ഇപ്പോഴുള്ള ആ കുട്ടികൾ തിരിച്ചു വന്നു കഴിഞ്ഞാൽ അവർക്ക് അഡ്മിഷൻ കൊടുക്കും, അതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല, ഇങ്ങനെ സംഭവം ഉണ്ടായിരുന്നെന്നാണ് ടീച്ചർ പറയുന്നത്. നിയമപരമായിട്ട് ഈ ഞാൻ എച്ചമായിട്ടിരിക്കുന്ന സമയത്ത് നിയമപരമായിട്ട് സർക്കാർ നിർദ്ദേശപ്രകാരം എങ്ങനെയാണോ അഡ്മിഷൻ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യുന്നത് അതേ രീതിയിൽ തന്നെയാണ് ഇത്രയും നാൾ നടത്തിയിട്ടുള്ള ഇനിയും അതേ ചെയ്യും. അതിന്റെ അർത്ഥം ഇല്ല എന്നുള്ള രീതിയിൽ തന്നെ ആയിരിക്കും. ഭയങ്കര കൃത്യനിഷ്ഠ. ഇപ്പൊ ആരെങ്കിലും നിയമപരമായിട്ട് അല്ലാത്ത രീതിയിൽ നമുക്ക് നമ്മുടെ മുന്നിൽ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ എങ്ങനെയാണോ ക്രമീകരിക്കേണ്ടത് ആ രീതിയിൽ വന്നിട്ടുള്ള എല്ലാ അഡ്മിഷനുകളും സർക്കാർ നിയമം പാലിച്ചുകൊണ്ട് തന്നെ ഇവിടെ നടത്തിയിട്ടുണ്ട്. ഇനിയും അങ്ങനെ തന്നെയാണ്. ഓക്കെ, എന്തായാലും ആ കുട്ടിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടൊന്നുമില്ല. ഇവർക്ക് അങ്ങോട്ട് സസ്പെൻഷൻ ആയെന്ന് പറയുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, 35 പിള്ളേർ, അത് മുസ്ലിം കുട്ടികൾ, അത് ഇത്രമാത്രം പ്രശ്നമാക്കേണ്ട വല്ല കാര്യമുണ്ടോന്നാണ് ഞാൻ ആലോചിച്ച് പോകുന്നത്.
വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ചിലപ്പോൾ അവർക്ക് വരാൻ പറ്റത്തില്ലെന്ന് അവർ പറയുകയും ചെയ്തു. പിന്നെ അവരുടെ പേരൻസ് പറയുന്നത് എൻ്റെ പൊന്നു മേഡം നിങ്ങൾ അഡ്മിഷൻ എടുക്കും, ഞങ്ങൾ എങ്ങനെ ഞങ്ങളുടെ കുട്ടികളെ വിടാം എന്നുള്ള രീതിയിലാണ്. ഇവിടെ മുസ്ലിംസ് വേണ്ട, അവർ അത് വേണ്ട ഇത് വേണ്ട, വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ എൻ്റെ പൊന്നു ടീച്ചർമാരെ നിങ്ങളൊന്നും വന്ന് പറയരുത്. എല്ലാവരും മനസ്സിലായിട്ട് കാണാൻ നോക്കുക. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ശശികലയെ പോലുള്ളവന്മാരൊക്കെ ഇതുപോലുള്ള ടീച്ചേഴ്സിനൊക്കെ സപ്പോർട്ട് കൊടുക്കുന്നത് ഒരിക്കലും അനുവദിച്ചു കൊടുക്കരുത്. പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യുക, കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം കൊടുക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ്, ഫേസ്ബുക്കിൽ കാണുന്നവരൊന്ന് ഫോളോ, ലൈക്ക് അടിക്കാൻ മറക്കല്ലേ. എല്ലാവരും ലൈക്ക് അടിക്കുക. ബൈ, ലവ് യു ഓൾ ഗൈസ്.